എൻ്റെ പേര് വിനീത വിനോദ്. ഞാൻ ട്രിവാൻഡ്രത്ത് വെഞ്ഞാറമൂട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. മദേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ മാനേജ്മെൻറ്റിൽ ഡയാലിസിസ് ടെക്നീഷ്യനാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ഈ DT എടുക്കാനുള്ളതിൽ മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ പപ്പയാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേനാണ് ഇവിടെ നിന്ന്, അത് മദേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിക്കുന്നതും. പിന്നെ പപ്പ വേറൊന്നും നോക്കിയില്ല, ഇങ്ങോട്ടേക്ക് നന്നായിട്ട് അന്വേഷിച്ചപ്പം നല്ലൊരു കോളേജാണ്. ഇപ്പോൾ അസുഖം ഇല്ലാത്ത ആരും ഇല്ല. അപ്പോൾ ഇങ്ങനൊരു ഇത് തിരഞ്ഞെടുത്തു. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ കൂടെ അവർ നല്ല ഫ്രണ്ട്സാണ്. പഠിപ്പിക്കുന്നതെല്ലാം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കുഞ്ഞു പിള്ളേർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആ രീതിയിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു മെഡിക്കൽ ഫീൽഡ് പിള്ളേരെ ആ ഒരു രീതിയിലല്ല ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ കുഞ്ഞു പിള്ളേർക്ക് എങ്ങനെ മനസ്സിലാവും, അവരെത്ര വേണമെങ്കിലും പറഞ്ഞു തരാൻ തയ്യാറാണ്. ഇപ്പോൾ നൈറ്റ് ആണെങ്കിലും, ക്ലാസ് കഴിഞ്ഞ് വൈകിട്ടാണെങ്കിലും, രാവിലെ 10 മണിക്കാണ് ക്ലാസ്, അപ്പോൾ അതിന് മുമ്പാണെങ്കിലും ഇവർ എപ്പോഴും വേണമെങ്കിലും പറഞ്ഞു തരാൻ റെഡിയാണ്. അപ്പം ആദ്യം ഞങ്ങൾക്ക് ഭയങ്കര പാടായിരുന്നു വീട്ടിൽ നിന്ന് വന്ന് നിൽക്കുന്നത്. അപ്പം പിന്നീട് ഞങ്ങൾക്ക് 2 മിസ്സുമാരവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ആദ്യമായിട്ട് വന്ന് നിൽക്കുന്ന പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്, വീട്ടിൽ നിന്ന് പിരിഞ്ഞ് നിൽക്കുന്ന. അപ്പോൾ അങ്ങനെ ഒരു കുറവൊന്നും ഇവർ കാണിക്കാണ്ട് 2 മിസ്സുമാർ നന്നായിട്ട് തന്നെയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ എന്താവശ്യത്തിന് അടുത്ത് ചെന്നാലും പെട്ടെന്ന് തന്നെ നൈറ്റ് എന്തെങ്കിലും അസുഖമായാലും നമ്മുടെ വീട്ടിലെങ്ങനെയാണോ നമ്മളെ കെയർ ചെയ്യുന്നത് അതിനേക്കാൾ അപ്പുറം ഇവർ 2 പേരും ഞങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. DT പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ജോലി സാധ്യത എന്തായാലും 100% ഉറപ്പാണ് ഒരു ജോലി കിട്ടും എന്നുള്ളത്. പ്രത്യേകിച്ച് ഒന്ന് മെഡിക്കൽ ഫീൽഡാണ്, പിന്നല്ലാണ്ട് ഡയാലിസിസ് ആണ്. അപ്പം ഒരിക്കലും ഇതൊന്നും നിന്നു പോവാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഉറപ്പായിട്ടും പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ജോലി കിട്ടും. നമ്മൾ ഇപ്പോൾ ഏതാണ്ട് 1 വർഷമായി. അപ്പം ഇനി നമുക്ക് ഏതാണ്ട് 1 ഇയർ കൂടിയേ ഉള്ളൂ. അപ്പം നമ്മൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊരു പ്ലേസ്മെൻറ്റ് തരും. ഉറപ്പായിട്ടും പ്ലേസ്മെൻറ്റ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പ്ലേസ്മെൻറ്റ് കാണും എന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും പഠിക്കുന്നത്. പ്ലേസ്മെൻറ്റ് ഉറപ്പായിട്ടും കിട്ടും. നമുക്കിവിടെ പഠിപ്പിക്കാനായിട്ട് 2 ഡോക്ടേഴ്സാണുള്ളത്. ഇപ്പോൾ ഒന്ന് ഫെബിൻ സാറ് പഠിപ്പിക്കുന്നത് അനാട്ടമി ആൻഡ് ഫിസിയോളജിയാണ്. അതുപോലെ പ്രജിത മിസ് പഠിപ്പിക്കുന്നതും അനാട്ടമി ആൻഡ് ഫിസിയോളജിയാണ്. ഇപ്പം നമ്മൾ പഠിക്കുന്ന DTയിൽ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അത് നമ്മൾ 2 സെക്ഷനായിട്ട് തിരിച്ചിരിക്കുന്നു. ഇവിടെ കുട്ടികൾ കൂടുതലും DTയിലാണുള്ളത്. 2 ഡോക്ടേഴ്സ് നമ്മുടെ കൂടെ നിന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അവർ ഞങ്ങൾക്കൊരു നല്ല ധൈര്യമാണ് അവർ തരുന്നത്. 2 പേരും ബാക്കിയുള്ള മിസ്സുമാരെ പോലെ അല്ല. ഇപ്പോൾ ഞങ്ങൾ ഡോക്ടറാണ്. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് ഞങ്ങൾക്ക് പേടിക്കാനില്ല. കാരണം ഞങ്ങളുടെ കൂടെ 2 ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുള്ള് സപ്പോർട്ടാണ് അവർ തരുന്നത്. പഠിത്തത്തിലായാലും ബാക്കി കാര്യങ്ങൾക്കായാലും ഫുൾ സപ്പോർട്ടാണ്. ഇവിടെ വരാൻ താല്പര്യപ്പെടുന്ന എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും നല്ലൊരു ചോയ്സ് തന്നെയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും നല്ലൊരു ചോയ്സ് തന്നെയാണിത്. അപ്പോൾ ഇവിടെ DT മാത്രമല്ല ഉള്ളത്, ആയുർവേദ നഴ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ OT ഉണ്ട്, ലാബുണ്ട്. അപ്പോൾ DT മാത്രമല്ല, അപ്പം മെഡിക്കൽ ഫീൽഡ് സംബന്ധിച്ച് ഒരുവിധമുള്ള എല്ലാ കോഴ്സുകളും ഇപ്പം ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരാം. ഫാമിലി ഹാപ്പിയാണ്, അതുപോലെ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഒരു 1 ഇയർ കഴിയുമ്പോൾ ഒരു ജോലി ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളൊരു നല്ലൊരു വിശ്വാസമുണ്ട്. അതിൻ്റെ ഒരു ഇതിലാണ് മുന്നോട്ട് പോകുന്നത്. ഹാപ്പിയാണ്.